നടൻ ജയസൂര്യക്കെതിരായ പരാതിയിൽ പൊതുഭരണ വകുപ്പിനോട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി. സെക്രട്ടേറിയറ്റിൽ വെച്ച് കടന്നു പിടിച്ചുവെന്നാണ് നടി നൽകിയ മൊഴി. സിനിമാ ഷൂട്ടിങ്ങിന് സെക്രട്ടേറിയറ്റ് വാടകയ്ക്ക് നൽകിയതിന്റെ വിവരങ്ങളാണ് തേടിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ ഒരിക്കൽ കൂടി ചേരുന്നു വിശദാംശങ്ങളുമായി. അജീഷ്, എന്തൊക്കെയാണ് പൊതുഭരണ വകുപ്പിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്? അത് സാങ്കേതികമായി കൈമാറുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകില്ലല്ലോ പൊതുഭരണ വകുപ്പിനല്ലേ? വിജയകുമാർ, ഇത് സാങ്കേതികമായി കൈമാറുന്നതിൽ ഒരു തടസ്സവുമില്ല. ഈ 2008 സമയത്താണ് ഈ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ചിത്രീകരണം നടന്നത്. ഇത് സെക്രട്ടേറിയറ്റിൽ വെച്ചും അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. അന്ന് സെക്രട്ടേറിയറ്റിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് സിനിമയ്ക്കായി വിട്ടു നൽകിയിരുന്നത്. ആ ചിത്രീകരണത്തിനിടയിൽ വെച്ച് ഈ കൊച്ചി സ്വദേശിയായ നടി ശുചിമുറിയിൽ പോയി തിരിച്ചു വന്ന സമയത്ത് ജയസൂര്യ പിന്നിലൂടെ കടന്നു പിടിച്ച് ചുംബിച്ചുവെന്നാണ് ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. ഇത് കേസെടുത്തതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പിനോട് ഇപ്പോൾ അന്ന് ഈ സെക്രട്ടേറിയറ്റ് വാടകയ്ക്ക് നൽകിയതിന്റെ വിവരങ്ങൾ, അതിന്റെ രേഖകൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റ് വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നത്, ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ രേഖകളൊക്കെ പൊതുഭരണ വകുപ്പിന്റെ കൈവശമുണ്ടായിരിക്കും. ഈ സിനിമ അവിടെ ചിത്രീകരിച്ചിരുന്നു. അതിന്റെ ഏത് ദിവസങ്ങളിലൊക്കെയാണ് ചിത്രീകരണം നടന്നത്, അതിന്റെ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇങ്ങനെ ഒരു ആവശ്യം നടത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ രേഖകൾ പൊതുഭരണ വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. അപ്പോൾ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവും. ഈ 2008 നടന്ന സംഭവമായതുകൊണ്ട് തന്നെ അതിനും ഈ CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സിനിമയുടെ ഭാഗങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ വച്ച് ചിത്രീകരിച്ച ഭാഗങ്ങൾ എന്തായാലും അതിന്റെ CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ രേഖകൾ, ഈ വാടകയ്ക്ക് നൽകിയ രേഖകൾ, അതിന്റെ വിവരങ്ങൾ പൊതുഭരണ വകുപ്പിനോട് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദിച്ചത്. അത് ഉടൻ തന്നെ പൊതുഭരണ വകുപ്പ് രേഖകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. അജീഷ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ കരുതുന്നു മസ്കറ്റ് ഹോട്ടലിലാണെന്ന്. അവിടെ ഈ സിദ്ദിഖിനെതിരായ പരാതിയിൽ വിവരശേഖരണം നടത്തിയ ശേഷം കന്റോൺമെന്റ് CI ഉൾപ്പെട്ട സംഘം മടങ്ങി. ഈ പരാതിക്കാരി ഉന്നയിച്ച പരാതിയിൽ കേസിൽ പരാമർശിക്കുന്ന വിഷയങ്ങളിൽ മതിയായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് അവിടെ ഒന്ന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മസ്കറ്റ് ഹോട്ടലിലാണ്. ഇവിടെ കുറച്ചു നേരം മുമ്പാണ് കന്റോൺമെന്റ് സിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ഇവിടുത്തെ രജിസ്റ്ററാണ് പ്രധാനമായും ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. അതായത് ഈ പീഡനം നടന്നുവെന്ന് യുവതി പറയുന്ന ദിവസം സിദ്ദിഖ് ഇവിടെ മുറിയെടുത്തിട്ടുണ്ടോ, ഈ പെൺകുട്ടി സിദ്ദിഖിനെ കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളാണ് അന്വേഷിച്ചത്. അന്നേ ദിവസം സിദ്ദിഖ് ഇവിടെ മുറിയെടുത്തിട്ടുണ്ടെന്നും ഇതിന്റെ 1ാമത്തെ നിലയിലായിരുന്നു സിദ്ദിഖ് അന്ന് മുറിയെടുത്തിരുന്നത്. ആ ദിവസം തന്നെ സിദ്ദിഖിന്റെ മുറിയിലേക്ക് പോകുന്നതിനായി ഈ രജിസ്റ്ററിൽ പേരെഴുതി യുവനടി പോയതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ രജിസ്റ്ററിന്റെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ച് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമാണ് 2016 ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ വിവരങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇരുവരും ഒരുമിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞു എന്നതിന്റെ വിവരങ്ങൾ, അതായത് സിദ്ദിഖ് മുറിയെടുത്തു, ആ മുറിയിലേക്ക് ഈ പെൺകുട്ടി പോയതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 1ാമത്തെ നിലയിൽ താമസിച്ച സിദ്ദിഖ് അവിടെ വിളിച്ചു വരുത്തി തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് യുവതി മൊഴി നൽകിയിരുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് വെഴുതിക്കാടുള്ള നീള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ഈ യുവനടി എത്തിയിരുന്നു, മാതാപിതാക്കൾക്കൊപ്പം എത്തിയിരുന്നു. അവിടെ വെച്ച് ഈ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം ഇരുവരും ഒരു സിനിമയുടെ ചർച്ചയ്ക്കായി ഇങ്ങോട്ടേക്ക് സിദ്ദിഖ് വിളിച്ചു വരുത്തി, അപ്പോൾ പീഡിപ്പിച്ചുവെന്നാണ് ആരോപിക്കുന്നത്. എന്തായാലും അതിനുള്ള സ്ഥിരീകരണം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ആ രേഖകളിൽ ഈ സിദ്ദിഖും ഈ നടിയും ഒരുമിച്ച് ഈ ഹോട്ടലിൽ 2016 ഈ നടി പറയുന്ന ദിവസം എത്തിയിട്ടുള്ളതായിട്ട് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് രഹസ്യമൊഴിയും രേഖപ്പെടുത്തും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. കൂടാതെ തന്നെ ഈ നിള തിയേറ്ററിൽ വെച്ചാണ് പ്രിവ്യൂ ഷോ കണ്ടതെന്ന് പറയുന്നു. അപ്പോൾ നിള തിയേറ്ററിലും അങ്ങനെ ഒരു പ്രിവ്യൂ ഷോ നടന്നിട്ടുണ്ടോ, അതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ രേഖകളും അതിന് പരിശോധനയും നടക്കുകയാണ്. നടൻ ജയസൂര്യക്കെതിരായ പരാതിയിൽ പൊതുഭരണ വകുപ്പിനോട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ വെച്ച് അതിന്റെ പരിസരത്ത് നടന്ന ഷൂട്ടിങ്ങിന്റെ വിവരങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേഗം കൈമാറും എന്നാണ് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സിദ്ദിഖിനെതിരായ പരാതിയിൽ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് അന്വേഷണ സംഘം തെളിവ് ശേഖരിച്ച് മടങ്ങുകയും ചെയ്തു.